ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ ഡേ 5 ആണ്. ഈ 5 ദിവസത്തെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡേ മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എന്നെ റിക്സനേട്ടൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറിൽ കയറി വണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നത്തെ പേടി എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനത് ആ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് നീ ഇത്രയും ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നിൻ്റെ മുഖത്ത് ഇത്രയും പേടിയോടെ കാണുന്നതെന്ന്. കാരണം ഞാൻ ഭയങ്കര കൂളായിട്ട് നടക്കുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് കൂളായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും നടക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത്രയും പേടിയോടെ സീരിയസ് ആയിട്ട് ഞാൻ ഒന്നിനെ അധികം കാണാറില്ല. എല്ലാം ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളാണ്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് എൻ്റെ ഫേസ് ഇരിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ, വണ്ടി ഫ്രണ്ടിലോട്ട് ഞാനൊന്നും ക്ലച്ച് വിട്ട് പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ആ ഒരു ടെൻഷൻ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ട് വണ്ടി എടുത്തപ്പോഴത്തേക്കും എനിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ നേരത്തെ വണ്ടി ഓടിച്ചിരുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ട്, പതിയെ വണ്ടി പോകൂ ഇങ്ങനെയൊക്കെയാണെന്ന്. അതുകൊണ്ട് ആ ഒരു പേടിയില്ല. ഓക്കെ, ആ 3 കാര്യവും പഠിച്ചപ്പോഴത്തേക്കുമാണ് എനിക്ക് വണ്ടി സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങിയത്. ഇതാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇന്നലെ ഡേ 4 ആയിരുന്നു. ഇന്നലെ ഡേ 4 ആയിരുന്നു. ഇന്ന് ഡേ 5 ആണ് കേട്ടോ. അപ്പോൾ ഡേ 3യുടെ അന്ന് മുതലാണ് റിക്സേട്ടൻ വന്നിരുന്നത് എല്ലാം പഠിപ്പിച്ച് തന്നത്. ആദ്യത്തെ 2 ദിവസമായിരുന്നു കൺഫ്യൂഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് മിസ്റ്റേക്കായി പോയി. അപ്പോൾ ഇന്നലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. ഇന്നലെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റി. അവർ പറയാതെ തന്നെ ഞാൻ എല്ലാം ഗിയർ ചേഞ്ച് ചെയ്ത് 1ഉം 2ഉം 3ഉം 4 വരെ പോയി. നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങി ഭയങ്കര കോൺഫിഡൻസായി. ഇത്രയുള്ള സംഭവമൊന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് അവരൊന്നും പറഞ്ഞു തരാതെ ഞാൻ തനിയെ ചെയ്തപ്പോൾ ഇതാണ് എൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും പറ്റിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സിമ്പിളാണോ ഡ്രൈവിങ് എന്ന്. പിന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. അതൊരു സ്പീഡിൽ കൂടുതൽ നമ്മൾ പോയാൽ നമുക്ക് വണ്ടി സ്റ്റിയറിങ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഓടിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഒരു മിനിമം സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പോവാം. അതായത് കുറച്ച് സ്ലോയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പോവാം. ഞാനിപ്പം 5:30 ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരിപ്പോൾ വിളിച്ചു വരും. അപ്പോൾ എന്തായാലും എൻ്റെ ഡ്രൈവിങ് 7 ദിവസത്തെ ക്ലാസ്സിനെ പറ്റി പറയാനാണ്. എന്ത് വന്നാലും റിക്സ ചേട്ടൻ എന്നോട് പറഞ്ഞു 15 ദിവസത്തെ ക്ലാസ് എടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്.